ഹായ് ഫ്രണ്ട്സ്, മാത്ത് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകൾ. PSC എക്സാമിനും SSC എക്സാമിനും കേറ്ററ്റ് സീറ്ററ്റ് പോലെയുള്ള ടീച്ചിങ് എക്സാമിനും എന്ന് തുടങ്ങി എല്ലാ എക്സാമിനും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ പാർട്ടിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. ഭിന്നസംഖ്യകളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഭിന്നസംഖ്യകൾ, എത്ര തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്, പിന്നെ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുക. ഇനി ഭിന്നസംഖ്യകളെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോയാണ്. ഇത് നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണുക. അല്ല, ഭിന്നസംഖ്യകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് ഭിന്നസംഖ്യകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഭിന്നസംഖ്യകൾ? നമ്മൾ കുഞ്ഞിലേ തൊട്ടേ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്നതും എന്നാൽ Q 0 ആകാത്തതുമായ സംഖ്യാരൂപങ്ങളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. എന്താണ്? P/Q എന്ന ഫോമിൽ എഴുതാൻ കഴിയണം. വേർ Q എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. Q എന്തുകൊണ്ടാണ് 0 ആകരുത് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ കാരണം? ഡിവിഷൻ ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഒരു സംഖ്യയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത് P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0. അപ്പോ എന്താണ് ഭിന്നസംഖ്യ എന്ന് മനസ്സിലായല്ലോ. P/Q രൂപത്തിൽ എഴുതാൻ പറ്റണം, Q നോട്ട് ഈക്വൽ ടു 0. ഇനി P/Qലെ P-യെ നമ്മൾ വിളിക്കുന്നത് ന്യൂമറേറ്റർ അഥവാ അംശം എന്നാണ്. എന്താണ്? ന്യൂമറേറ്റർ അഥവാ അംശം. ഇനി Q-യെ നമ്മൾ വിളിക്കുന്നത് ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്നാണ്. അപ്പോ P ന്യൂമറേറ്റർ അംശം, Q ഡിനോമിനേറ്റർ ഛേദം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. 2/3 ഇതൊരു ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷണൽ നമ്പർ അല്ലേ. P/Q ഫോമിലാണ്. Q എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്താണ്? ഇതൊരു ഭിന്നസംഖ്യയാണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ ഏതാണ്? 2 ആണോ 3 ആണോ? പറഞ്ഞേ. 2 അല്ലെ. 2 ആണ് ന്യൂമറേറ്റർ, 3 ആണ് ഡിനോമിനേറ്റർ. 5/11 അംശം എന്താണ്? 5. ഛേദം എന്താണ്? 11. 6/5 ന്യൂമറേറ്റർ 6, ഡിനോമിനേറ്റർ 5. 101/128 നിങ്ങൾ പറഞ്ഞേ, എന്താണ് അംശം, എന്താണ് ഛേദം? എന്താണ് അംശം? 101. ഛേദം എന്താണ്? 128. അപ്പൊ ക്ലിയർ ആയോ? P/Q രൂപത്തിൽ എഴുതാൻ കഴിയുന്നതും എന്നാൽ Q 0 തുല്യമാകാത്തതുമായ സംഖ്യാരൂപങ്ങളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതിലെ P-യെ നമ്മൾ എന്താണ് വിളിക്കുക? ന്യൂമറേറ്റർ അഥവാ അംശം. Q-നെ എന്താണ് വിളിക്കുക? ഡിനോമിനേറ്റർ അഥവാ ഛേദം. ഇനി നോക്കിയേ, P/Q അല്ലെങ്കിൽ 2/3 ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? 2 ഡിവൈഡഡ് ബൈ 3. അതായത് 2നെ 3 കൊണ്ട്, 2നെ 3 കൊണ്ട് ഹരിക്കുക. ഓക്കെ. 5/11 എന്താണ് മീനിങ്? എന്താണ്? 5നെ 11 കൊണ്ട് ഹരിക്കുക. 6/5 എന്താണ്? 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് ഭിന്നസംഖ്യകൾ എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭിന്നസംഖ്യകൾ എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഭിന്നസംഖ്യകള് 3 തരത്തിലാണുള്ളത്. പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം, മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നം. ഇനി ഇത് 3 എന്താണെന്ന് നോക്കാം. പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാം എന്താണ് സാധാരണ ഭിന്നസംഖ്യ എന്ന്. നോക്കിയേ, 3 ഡിവൈഡഡ് ബൈ 5, 8/11, 5/7. ഈ 3 ഭിന്നസംഖ്യകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? യെസ്, അംശം ഛേദത്തേക്കാൾ ചെറുതാണ് അല്ലെ. അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിട്ടുള്ള ഭിന്നസംഖ്യകളെയാണ്
സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അംശം ഛേദത്തെക്കാളും ചെറുതായിരിക്കും. 3 എന്താണ്? 5നേക്കാൾ ചെറുതാണ്. 8 11നേക്കാൾ ചെറുതാണ്. 5 7നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇത്തരം ഭിന്നസംഖ്യകളുടെ വില എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. എന്താണ്? 1നേക്കാൾ ചെറുതായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കി, 3 ഡിവൈഡഡ് ബൈ 5, 3നെ 5 കൊണ്ട് ഹരിക്കുക. 1ലും ചെറുതായിരിക്കത്തില്ലേ നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഇവിടെ 1നേക്കാൾ വലുത് അല്ലെങ്കിൽ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ന്യൂമറേറ്ററിൽ 5 എങ്കിലും വേണം, അല്ലെ? ഇപ്പൊ 5 ബൈ 5 എത്രയാണ്? 1 എന്ന് കിട്ടും, അല്ലെ? ഇനി 6 ഡിവൈഡഡ് ബൈ 5, 1നേക്കാൾ മുകളിലുള്ള ഒരു വിലയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ 3 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിയേ. 3 ഡിവൈഡഡ് ബൈ 5, 3ല് 5 അടങ്ങുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് കൊടുക്കും, 0 കൊടുക്കും, അല്ലെ? ഇനി നോക്കി, 30ല് 5 എത്ര തവണ? 6 തവണ, അല്ലെ? 5 into 6 ആണ് 30. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ആൻസർ എത്ര കിട്ടി? 0.6 എന്ന് കിട്ടി, അല്ലെ? അപ്പൊ അതെന്താണ്? 1നേക്കാളും ചെറുതാണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം ഛേദത്തെക്കാളും ചെറുതായിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്ത നോക്കിയാലോ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം. ഒന്നുമില്ല, പ്രോപ്പർ ഫ്രാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് 9/4. ഇവിടെ എന്താ പ്രത്യേകത? എന്താ? അംശമാണോ ഛേദമാണോ വലുത്? അംശമാണ് വലുത്, അല്ലെ? 10/3, 10 3 ഏതാണ് വലുത്? 10, അംശമാണ് വലുത്. 11 4 ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ന്യൂമറേറ്റർ. അപ്പോ അംശം ഛേദത്തെക്കാളും വലുതായിട്ടുള്ള ഭിന്നസംഖ്യകളെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അംശം എന്തായിരിക്കും? ഛേദത്തെക്കാളും വലുതായിരിക്കും. ഇനി നമ്മൾ സാധാരണ ഭിന്നത്തിൽ പറഞ്ഞു, സാധാരണ ഭിന്നസംഖ്യകളുടെ വില എന്ന് പറയുന്നത് എപ്പോഴും 1നേക്കാളും ചെറുതായിരിക്കും എന്ന് പറഞ്ഞു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നത്തിന്റെ വില എന്തായിരിക്കും? എപ്പോഴും 1നേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ 1നേക്കാളും കൂടുതലായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 9 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 9ല് 4 എത്ര തവണ അടങ്ങും? 2 തവണ, അല്ലെ? 4 into 2 8. ബാലൻസ് എത്ര വന്നു? 1. ഇനി 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു പോയിന്റ് കൊടുക്കും, 0 കൊടുക്കും, അല്ലെ? ഇനി നോക്കിയേ, 10ല് 4 എത്ര തവണ? 2 തവണ. 8 ഡിവൈഡഡ് ബൈ 2. അത് അങ്ങനെ പോകും. അപ്പൊ ഇവിടെ എത്ര കിട്ടിയത്? 2.2 എന്ന് കിട്ടി, അല്ലെ? ശരിക്കും ആൻസർ വരുന്നത് 2.25 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം എന്ന് പറയുമ്പോൾ എപ്പോഴും വില 1നേക്കാളും വലുതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ രണ്ടും മനസ്സിലായോ? സിമ്പിൾ ആണ്, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കണ്ടുപോവുക. അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് കാണുക. പിന്നെ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്തെടുക്കാൻ വിഷമമായിരിക്കും. ഇനി നോക്കി, മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം. ആ പേരിൽ തന്നെ ഉണ്ട് മിക്സഡ്. എന്തോ 2 3 കാര്യങ്ങൾ മിക്സ് ചെയ്ത് വരികയാണ്, അല്ലെ? 2 3 കാര്യങ്ങളില്ല, 2 കാര്യങ്ങളുടെ ഒരു മിക്സറാണ് മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം. നോക്കി, 3 and 1/4, 2 and 1/3, 5 4/7. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഇവിടെ എന്തുണ്ട്? ഒരു പൂർണ്ണസംഖ്യയുണ്ട്, അല്ലെ? 3 ഒരു പൂർണ്ണസംഖ്യ അല്ലേ? കൂടാതെ 1/4. 1/4ന്റെ പ്രത്യേകത എന്താ? ഇത് സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ? ശ്രദ്ധിച്ചു നോക്കിയേ. അംശം ഛേദത്തേക്കാൾ കുറവ്. അംശം ഛേദത്തേക്കാൾ കുറവ് വരുന്നത് ഏതാണ്?
സാധാരണ ഭിന്നമാണ്. അപ്പൊ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യയും ഒരുമിച്ച് വരുന്ന സംഖ്യകളെ, ഭിന്നസംഖ്യകളെയാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത ഒരു എക്സാമ്പിൾ നോക്കി. 2 and 1/3. 2 എന്താണ്? ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലെ? 1/3 പൂർണ്ണസംഖ്യയാണോ? അല്ല, ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യയിൽ തന്നെ എന്ത് ഭിന്നസംഖ്യയാണ്? സാധാരണ ഭിന്നസംഖ്യയാണോ വിഷമ ഭിന്നസംഖ്യയാണോ? ഉറപ്പായിട്ടും സാധാരണ ഭിന്നസംഖ്യയാണ് അല്ലെ? അപ്പോ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യയും ഒരുമിച്ച് വരുന്ന ഭിന്നസംഖ്യകളെയാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് നോക്കി. 5 and 4/7 മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നസംഖ്യയും ചേർന്നതാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഇനി നമ്മൾ നേരത്തെ രണ്ടിടത്തും വില ഒന്നിനേക്കാൾ ചെറുതാണ് വലുതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല. വില എപ്പോഴും ഒന്നിനേക്കാളും വലുതായിരിക്കും, ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രമേ ഒന്നിനേക്കാൾ കുറവ് വന്നോളൂ. അതെവിടെയായിരുന്നു? പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നസംഖ്യയിലായിരുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? ഒന്ന് ഓർത്തു പറഞ്ഞേ. ആദ്യം നമ്മൾ എന്താ ഭിന്നസംഖ്യ എന്ന് പഠിച്ചു അല്ലെ? എന്തായിരുന്നു? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതും വേർ Q not equal to 0 ആ ഫോമിൽ വരുന്ന സംഖ്യാരൂപങ്ങളെയാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? P/Q. അതിലെ P ഒരു പേര് വിളിക്കും. എന്താണ്? ന്യൂമറേറ്റർ അഥവാ അംശം. Q എന്തായിരുന്നു? ഡിനോമിനേറ്റർ അഥവാ ഛേദം. ഇനി ഭിന്നസംഖ്യകൾ 3 രൂപത്തിലുണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? സാധാരണ ഭിന്നസംഖ്യ, വിഷമ ഭിന്നസംഖ്യ, മിശ്ര ഭിന്നസംഖ്യ അല്ലെ? സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് പ്രത്യേകത? അംശം ഛേദത്തെക്കാളും ചെറുതായിരിക്കും. അതുപോലെ ആ ഫ്രാക്ഷന്റെ വില എപ്പോഴും ഒന്നിനേക്കാളും ചെറുതായിരിക്കും. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുക. നിങ്ങൾ തന്നെ എക്സാമ്പിൾ എഴുതി നോക്കുക. ഇനി അടുത്ത എന്താണ്? വിഷമ ഭിന്നസംഖ്യ അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താണ്? അംശം ഛേദത്തെക്കാളും വലുതായിരിക്കും. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കും. അതുപോലെ ആ ഫ്രാക്ഷന്റെ വില എപ്പോഴും ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മിശ്ര ഭിന്നസംഖ്യ. മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യയും ചേർന്നതാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഇതിന്റെ വില എപ്പോഴും ഒന്നിനേക്കാളും കൂടുതലായിരിക്കും, ഒന്നിനേക്കാളും വലുതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ഭിന്നസംഖ്യകൾ എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഇനി പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. 3 and 1/4. ഇവിടെ 3ക്കും 1/4നും ഇടയിൽ വരുന്ന ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? എന്താണ് വരിക? പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് 3 and 1/4 എന്ന് പറഞ്ഞാല് 3 into 1/4 ആണെന്നാണ്. അങ്ങനെയല്ല, അത് തെറ്റാണ്. 3 into 1/4 അല്ല, 3 plus 1/4 ആണ്. ഓക്കെ, അപ്പൊ 3 and 1/4 എന്ന് വെച്ചാല് എന്താണ്? 3 plus 1/4 ആണ്. 2 and 1/3 എന്ന് വെച്ചാല് എന്താ? 2 plus 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 5 and 4/7 എന്തായിരിക്കും? 5 plus 4/7 ആണ്. ക്ലിയർ ആണോ? അപ്പോ 3 and 1/4 നടുക്ക് വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നമുക്കിനി പഠിക്കാം. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയാണെന്ന് പഠിക്കാം. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കൺവേർഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക, അതായത് വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി കൺവേർട്ട് ചെയ്യുക. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17 divided by 5. എങ്ങനെ ചെയ്യാം? ആദ്യം 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 5 15. ബാലൻസ് എത്ര വന്നു? 2. ഓക്കെ, അപ്പൊ 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതാം? ഒന്നുമില്ല, എളുപ്പമാണ്. നമുക്ക് കിട്ടിയ ആൻസർ 3.
ആദ്യം എഴുതുക. ശേഷം നമുക്ക് കിട്ടിയ ശിഷ്ടം റിമൈൻഡർ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? 5 അല്ലേ? ഡിവൈഡഡ് ബൈ 5 ഇതാണ് ആൻസർ. 3 and 2/5. ക്ലിയർ ആണോ? അപ്പൊ 17 ഡിവൈഡഡ് ബൈ 5 ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കിട്ടി, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടിയ ആൻസർ 3 എടുത്ത് എഴുതുക. അതിനുശേഷം നമുക്ക് താഴെ കിട്ടിയ റിമൈൻഡർ ശിഷ്ടം എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? 5 കൊണ്ട്. ആ 5 എടുത്ത് എഴുതുക. അപ്പൊ മുകളിലുള്ളത് ആദ്യം, അതിനുശേഷം താഴെയുള്ളത്, പിന്നെ സൈഡിലുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ 17/5 എന്ത് കിട്ടി? 3 and 2/5 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിയേ, 40/6. നിങ്ങൾക്ക് തന്നെ പറയാലോ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. 40 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 6 36 അല്ലേ? അപ്പൊ 6 36. ശിഷ്ടം എത്ര വന്നു? 4. ഓക്കെ. അപ്പൊ ഇനി എങ്ങനെയാണ് 40/6 ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത്? ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ 6 അല്ലെ? പിന്നെ കിട്ടിയ ശിഷ്ടം 4. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് 40 ഡിവൈഡ് ചെയ്തത്? 6 കൊണ്ട്. അപ്പൊ 6 and 4/6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 100/9 തന്നെ ഒന്ന് ചെയ്തു നോക്കിയേ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 100/9. 100 ഡിവൈഡഡ് ബൈ 9 എത്ര വരും? 10ൽ 9 എത്ര തവണ അടങ്ങും? ഒരു തവണ. അപ്പൊ 9 ഡിവൈഡഡ് ബൈ ശിഷ്ടം 1 ഇവിടുത്തെ 0 താത്തിറക്കി. അപ്പൊ 10. ഇനി 10ൽ 9 എത്ര തവണ അടങ്ങും? ഒരു തവണ. അപ്പൊ 1 9 എത്ര വരും? 1 എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 11 ആദ്യം എടുത്ത് എഴുതുന്നു. ശേഷം ശിഷ്ടം 1 ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? 9. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ ചെയ്യുന്നത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുകയാണ്. അപ്പൊ നോക്കി, ഈ സെയിം നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 and 2/5 ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? ഇതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഒന്നുമില്ല, എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഈ 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 5 എന്നിട്ട് ഈ 2 കൊണ്ട് ആഡ് ചെയ്യുക. പ്ലസ് 2. അതിനുശേഷം താഴെ വന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അത് ഹോൾ ഡിവൈഡ് ചെയ്ത് അതുപോലെ എഴുതുക. ക്ലിയർ ആണോ? എന്താണ്? 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം 2 ആഡ് ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സംഖ്യ 5. ഓക്കെ, അപ്പൊ 3 into 5 plus 2 divided by 5 എത്ര വരും? 3 into 5 15 plus 2 divided by 5 എത്രയാണ് ആൻസർ? 17/5. നോക്കിയേ, ഇതല്ലേ നമ്മുടെ ആൻസർ? കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? അപ്പോ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും തിരിച്ച് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ചെയ്ത് നോക്കിയാലോ. 6 and 4/6 എന്ത് ചെയ്യുക? ആദ്യം ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 6 ശേഷം 4 കൊണ്ട് ആഡ് ചെയ്യുക. പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സംഖ്യ ഏതാണ്? 6. 6 into 6 36. 36 plus 4 divided by 6. 36 plus 4 എത്രയാണ്? 40. 40 divided by എത്ര വരും? 6 എന്ന് വരും. നോക്കേ, തിരിച്ചാക്കിയില്ലേ നമ്മള്? 40 divided by 6 എന്ന് കിട്ടിയില്ലേ? എളുപ്പമാണ്. 6 into 6 plus 4 whole divided by 6. അങ്ങനെയാണെങ്കിൽ അടുത്ത് ചെയ്താലോ? നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം ഇത് നോക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ഇത് നോക്കുക. 11 and 1/9 എന്ത് വരും? 11 into 9
പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 9. എന്ത് വരും? 11 into 9 99 അല്ലെ? പ്ലസ് 1 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 100 ബൈ 9 എന്ന് വരും. നോക്കിയേ, കറക്റ്റ് ആണോ കിട്ടിയതെന്ന്? കറക്റ്റ് അല്ലേ? അപ്പൊ വളരെ എളുപ്പമാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും തിരിച്ച് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ ഇത്രയും? ഇനി നമ്മൾ നോക്കുന്നത് ബേസിക് ഓപ്പറേഷൻസ്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/4 പ്ലസ് 2/3 എങ്ങനെ ചെയ്യാം? എളുപ്പമാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3/4 പ്ലസ് 2/3. ആദ്യം 3യെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3. ശേഷം ഇവിടെ നടുക്ക് ഏത് സൈനാണ്? പ്ലസ് സൈൻ. പ്ലസ് ഈ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന രണ്ട് സംഖ്യകൾ 4 into 3 മൾട്ടിപ്ലൈ ചെയ്യാം. എളുപ്പമാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. 3/4 പ്ലസ് 2/3 എന്ത് ചെയ്യുക? ഈ 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, 2 into 4 ഹോൾ ഡിവൈഡഡ് ബൈ ഈ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ എന്ത് കിട്ടും? 3 into 3 എത്രയാണ്? 9 പ്ലസ് 2 into 4 8 ഡിവൈഡഡ് ബൈ 4 into 3 12. എത്ര വരും? 9 പ്ലസ് 8 17 അല്ലെ? ഡിവൈഡഡ് ബൈ 12. അപ്പൊ ആൻസർ കിട്ടി 17/12. ക്ലിയർ ആണോ? അപ്പൊ 3/4 പ്ലസ് 2/3 എന്ത് ചെയ്യുക? 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 3 into 3 പ്ലസ് 2 into 4 ഹോൾ ഡിവൈഡഡ് ബൈ 4 into 3. ക്ലിയർ ആണോ? 3 into 3 9, 2 into 4 8 ഡിവൈഡഡ് ബൈ 4 into 3. 9 plus 8 17 ഡിവൈഡഡ് ബൈ 12. ഇനി നോക്കേ, ഇതിപ്പോ 3/4 പ്ലസ് 2/3. ഇവിടുത്തെ അംശവും സെയിം അല്ല, ഛേദവും സെയിം അല്ല. പക്ഷേ ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസ് വരുവാണെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യാം? നോക്കിക്കോ, 3/4 പ്ലസ് 2/4 ആണെന്ന് ഇരിക്കാം. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും എന്താണ്? സെയിം ആണ്. ഇങ്ങനെയുള്ള കേസിൽ അംശങ്ങളെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യുക. 3 plus 2 എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഈ 4 കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ അല്ലെങ്കിൽ ഛേദം സെയിം ആയിട്ട് വരുന്ന കേസിൽ എന്ത് ചെയ്താൽ മതി? അംശങ്ങളെ തമ്മിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അത് അതുപോലെ കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് എന്ത് കേസാണ്? ഛേദം സെയിം ആയിട്ട് വരുന്ന കേസ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസാണ്. ഓക്കെ ആണോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2/3 പ്ലസ് 1/5 എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം ആഡ് ചെയ്യുക. ഈ സെയിം തന്നെയാണ് സബ്ട്രാക്ഷനും വരുന്നത്. ഒറ്റ വ്യത്യാസമേ വരുള്ളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കിയാലോ. 2/3 പ്ലസ് 1/5. ആദ്യം എന്ത് ചെയ്യുക? 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 5 പ്ലസ് 1 into 3 അല്ലെ? 1 into 3 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 into 5. 3 into 5 ആൻസർ പറഞ്ഞേ. 2 into 5 10 പ്ലസ് 1 into 3 3 ഡിവൈഡഡ് ബൈ 3 into 5 15. അപ്പൊ ആൻസർ എത്ര കിട്ടി? 13/15 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി ഇവിടെ
ഛേദം സെയിം ആയിരുന്നിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ നോക്കി 2/3 പ്ലസ് 1/3 ആയിരുന്നെന്നിരിക്കട്ടെ. എങ്ങനെ വരും? ഇവിടെ ഛേദം സെയിം ആണ്, അപ്പൊ ഛേദം അതുപോലെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അംശങ്ങളെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 1 അപ്പൊ എത്ര കിട്ടും? 3 + 3/3 എന്ന് വരും. 3/3 എന്താണ്? 1. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഛേദം സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അംശങ്ങളെ തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. 10/3 മൈനസ് 5/2. അഡീഷനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നടുവില് സബ്ട്രാക്ഷൻ അല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ മൈനസ് സൈൻ കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്ത് നോക്കിയാലോ? 10/3 മൈനസ് 5/2 എന്ത് ചെയ്യണം? 10 × 2 മൈനസ് 5 × 3 ഡിവൈഡഡ് ബൈ 3 × 2. ക്ലിയർ ആണോ? എത്ര വരും? 10 × 2 20 മൈനസ് 5 × 3 15 ഡിവൈഡഡ് ബൈ 3 × 2 6 ഈക്വൽ ടു എത്ര കിട്ടി? 5/6 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 5/2 മൈനസ് 2/3 എത്ര വരും? ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 നടുക്ക് ഏത് സൈൻ ആണ്? മൈനസ്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലോ പ്ലസ് സൈൻ കൊടുക്കുക. ഇവിടെ മൈനസ് 2 × 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 3 ഈക്വൽ ടു എത്ര വരും? 5 × 3 15 മൈനസ് 2 × 2 4 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 3 6 ഈക്വൽ ടു 15 മൈനസ് 4 11/6. ആൻസർ കിട്ടിയില്ലേ? ഇനി ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാലോ, അല്ലെങ്കിൽ ഛേദം കറക്റ്റ് സെയിം ആയിട്ട് വന്നാലോ എന്താ ചെയ്യുക? അഡീഷനിൽ നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിയേ. 5/2 മൈനസ് 3/2. ഇവിടെ എന്താണ്? ഛേദം 2 ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് അംശങ്ങളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 3 2 2/2 1 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ഷനും പഠിച്ചു. അടുത്ത നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഒന്നുമില്ല, വെരി സിമ്പിൾ. അംശങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. 5/6 × 3/2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല. അംശങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ എഴുതുക. 5 × 3 ഡിവൈഡഡ് ബൈ 6 × 2 എന്ന് വരും. 5 × 3 15 ഡിവൈഡഡ് ബൈ 6 × 2 12. ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്ത് ക്യാൻസൽ ഒക്കെ ചെയ്യാം. ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ബേസിക് ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അംശങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഛേദങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിവിഷൻ. ഇവിടെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുമില്ല, 8/9 ഡിവൈഡഡ് ബൈ 2/3. ഇവിടെ നമ്മൾ 8/9 അതുപോലെ അങ്ങ് എടുത്തെഴുതുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2/3 അല്ലേ, അതിനെ ഒന്ന് മാറ്റുക. മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഈ പഠിച്ച ഓപ്പറേഷൻസിൽ ഏറ്റവും എളുപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുക്കുക. എന്നിട്ട് ഈ 2/3യുടെ റെസിപ്രോക്കൽ, അതായത് തിരിച്ചിടുക. 2/3യെ തിരിച്ചിടുക. എത്ര വരും? 3/2. ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ ആയില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഡിവിഷൻ ആയിരുന്നു, നമ്മൾ അതിനെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് മാറ്റി. ഇനി എളുപ്പമല്ലേ? 8 × 3 എത്രയാ? 24. 9 × 2 18. ആൻസർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. 8/9 ഡിവൈഡഡ് ബൈ 2/3. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ 8/9 അതുപോലെ എടുത്ത് എഴുതുക. അതിനുശേഷം ഡിവൈഡ് ചെയ്യാനുള്ള 2/3യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിവൈഡ് ചെയ്യേണ്ട എന്തുകൊണ്ടാണോ, ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ അതിന്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോ 8/9 ഇൻറ്റു 3/2 എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ. 10/9 ഡിവൈഡഡ് ബൈ 4/5 ഈക്വൽ ടു എന്ത് വരും? 10/9 അതുപോലെ എടുത്ത് എഴുതുക. 10/9 ഈ ഡിവിഷൻ സൈൻ മാറ്റുക. 4/5ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 4/5ന്റെ റെസിപ്രോക്കൽ എന്താ? തിരിച്ചിടുക. 5/4 ഈക്വൽ ടു 10 into 5 50 ഡിവൈഡഡ് ബൈ 9 into 4 36. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, 4 ഓപ്പറേഷൻസ്, 4 ബേസിക് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. അഡീഷനും സബ്ട്രാക്ഷനും സെയിം തന്നെയാണ്. എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, നടുക്കുള്ള സൈൻ കൊടുക്കുക, താഴെ ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ ആ ഛേദം അതുപോലെ ഇടുക താഴെ. എന്നിട്ട് അംശങ്ങളെ തമ്മിൽ അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ ഒരു പാടും ഇല്ല. അംശങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതെടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. ഇനി ഡിവിഷനിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിന്റെ റെസിപ്രോക്കലും ഉണ്ട്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്യുക. 8/9 ഡിവൈഡഡ് ബൈ 2/3 ആണെങ്കിൽ 2/3 തിരിച്ചിടുക, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എളുപ്പമാണല്ലോ? അപ്പൊ ഇതാണ് 4 ബേസിക് ഓപ്പറേഷൻസ്. പിന്നെ ഇവിടെ ഛേദം സെയിം ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കി, 2/5 ഡിവൈഡഡ് ബൈ 3/7 എങ്ങനെയാ ചെയ്യുക? നമ്മൾ പഠിച്ചതാണ്. 2/5 അതുപോലെ എഴുതുക, എന്നിട്ട് 3/7ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇൻറ്റു എത്ര വരും? 7/3. 2 into 7 14 ഡിവൈഡഡ് ബൈ 5 into 3 15. അപ്പോ 14/15 എന്ന് കിട്ടി. എളുപ്പമല്ലേ? ഇനി നോക്കിയേ, നമ്മൾ ഇതുവരെ 2 ഭിന്നസംഖ്യകൾ വരുന്ന കണക്കുകളാ ചെയ്തത്. അതുപോലെ സെയിം ഓപ്പറേഷൻ ആയിരുന്നു. ഇവിടെ നോക്കിയേ, മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്, ഡിവിഷനും വന്നിട്ടുണ്ട്, അതുപോലെ 3 ഭിന്നസംഖ്യകളും ഉണ്ട്. എന്താ ചെയ്യുക? ഒന്നുമില്ല, ആദ്യം ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യം ഇത് ചെയ്യുക. എന്താ? 5 into 1 അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ലേ? അംശങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 5 into 1 ഡിവൈഡഡ് ബൈ 6 into 7. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ എഴുതുന്നതാ. ഡിവൈഡഡ് ബൈ 5/7. എന്താണ്? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 7/5 എന്ന് വരും അല്ലെ? 5 into 1 5 ഡിവൈഡഡ് ബൈ 6 into 7 42 അല്ലെ? ഇൻറ്റു 7/5. ഇനി ഇതിനെ എങ്ങനെയാ ചെയ്യുക? എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോവോ? പോത്തില്ലേ? 42 7 എത്ര വരും? 6 വരും അല്ലെ? 5ഉം 5ഉം ക്യാൻസൽ ആയി പോകത്തില്ലേ? എത്ര വരും? 1 വരും. അപ്പോ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 6 1/6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇത് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓക്കെ, അടുത്ത നോക്കി, 3/11 പ്ലസ് 6/11 പ്ലസ് 1/11. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യുക? അത് അതുപോലെ അങ്ങ് കൊടുക്കുക. ശേഷം അംശങ്ങളെ തമ്മിൽ ആഡ് ചെയ്യുക. 3 plus 6 plus 1 ഈക്വൽ ടു 6 plus 3 9 9 plus 1 10 10/11 എന്ന് കിട്ടും. എളുപ്പല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ ഛേദങ്ങളെല്ലാം സെയിം ആണ്, പക്ഷെ സബ്ട്രാക്ഷൻ ആണ്. എന്നാലും സെയിം അല്ലേ? ഛേദം അതുപോലെ കൊടുക്കുക. 9 അംശങ്ങള് 60 മൈനസ് 10 മൈനസ് 5 60 മൈനസ് 10 50 50 മൈനസ് 5 45 45
ബൈ 9. 45/9 എത്രയാണ്? 5 9 45 അല്ലേ? അപ്പൊ 5 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് കുറച്ചുകൂടെ ലെവൽ കൂടിയ ചോദ്യങ്ങളിലേക്ക് പോവാം. 2/3 പ്ലസ് 5/6 പ്ലസ് 1/2. ഇവിടെ എത്ര ഭിന്നസംഖ്യകൾ വന്നിട്ടുണ്ട്? 3 ഭിന്നസംഖ്യകൾ വന്നിട്ടുണ്ട് അല്ലെ? ഛേദം സെയിം ആണോ? അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം 2/3യും 5/6 കൂടി ചെയ്യുക. ശേഷം നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസർ 1/2 കൂടെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ? എക്സാമിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് 4ഉം 5ഉം ഭിന്നസംഖ്യകളൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നതെന്ന് വെച്ചു. ഇവിടെ ഇപ്പൊ 3 തന്നിരിക്കുന്നത്. 3 ഭിന്നസംഖ്യകളെ ഉള്ളൂ. 5 എണ്ണം 6 എണ്ണം 7 എണ്ണം വരെ ചോദിച്ചെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓരോ 2 ഭിന്നസംഖ്യകളും കൂട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ? അപ്പൊ അതിന് കോമൺ ആയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, LCM മെത്തേഡ്. LCM മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഒന്നുമില്ല. ഡിനോമിനേറ്ററിലെ സംഖ്യകൾ ഉണ്ടല്ലോ, ഇവിടെ 2/3 5/6 1/2 3 ഭിന്നസംഖ്യകളാണ് ഉള്ളത്. ഇനി ഒരു 5 ഭിന്നസംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 5 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങൾ അഥവാ ഡിനോമിനേറ്ററിനെ എടുത്തിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ 3ഉം 6ഉം 2 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം അതിന്റെ LCM കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 3 6 2 ഇതിന്റെ 3ന്റെയും കൂടെ LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ LCM എന്ന് പറയുന്നത് 6 ആണ്. ആ എളുപ്പ വഴിയൊക്കെ LCM HCF കൂടെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നോർമൽ LCM മെത്തേഡ് വെച്ചിട്ട് LCM കണ്ടുപിടിക്കാം. 3ഉം 6ഉം 2ഉം ഈ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ള നമ്പർ വെച്ചിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആദ്യം നമ്മൾ നോക്കുക, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ 2 നമ്പേഴ്സിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ 2 ഉണ്ട് അല്ലെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ 3 അതുപോലെ എടുത്തെഴുതുക. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ അതുപോലെ തന്നെ എടുത്തെഴുതി. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലെ? അപ്പൊ അത് എടുത്തെഴുതി. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ അതും എടുത്തെഴുതി. ഇനി നോക്കിയേ, 3 3 1 കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 2 നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 3 1. 3 ഡിവൈഡഡ് ബൈ 3 1 1 കിട്ടിയില്ലേ? ഇനി LCM കണ്ടുപിടിക്കാൻ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ LCM ഈക്വൽ ടു 2 into 3 into 1 into 1 into 1 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ LCM കണ്ടുപിടിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 6 2 ഈ 3 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ചെറിയ നമ്പർ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ 2 എടുത്തു. കോമൺ ആയിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എടുക്കുക, അല്ല 2 നമ്പേഴ്സേ ഉള്ളെങ്കിൽ എടുക്കുക. അപ്പൊ 2 എടുത്തു. 2 കൊണ്ട് 3യെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 3 അതുപോലെ എഴുതി. ബാക്കി 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് എഴുതി. ഇനി അതുപോലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും. 2 നമ്പേഴ്സിനെ പറ്റും. അപ്പൊ 1 എന്ന് കിട്ടി. ഇനി ഇതിനെ ഫർദർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ള നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LCM കിട്ടും. അപ്പൊ LCM എത്രയാണ്? 2 into 3 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ LCM കിട്ടി. ഇനി ഈ LCM ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഈ 3 ഭിന്നസംഖ്യകളെയും കിട്ടിയ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം 2/3 into 6 പ്ലസ് 5/6 അതിനെ എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ്
1/2 into 6. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് കിട്ടിയ LCM കൊണ്ട് 3 ഭിന്നസംഖ്യകളെയും മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ ഒരു ബ്രാക്കറ്റ് കൂടി ഇട്ടോളൂ. ഏറ്റവും എത്രയും ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പയ്യെ ചെയ്യുന്നത്. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച LCM ഇല്ലേ, അത് അതുപോലെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 2/3 into 6 plus 5/6 into 6 plus 1/2 into 6 divided by നമുക്ക് കിട്ടിയ LCM 6. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിനേക്കാൾ എളുപ്പമല്ലേ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, ആ കിട്ടുന്ന സംഖ്യ കൊണ്ട് ഇത് ആഡ് ചെയ്യുക. ഓക്കെ ആണ്, 3 നമ്പേഴ്സിന് വരെ അത് ഓക്കെ ആണ്. നമുക്ക് 4 ഭിന്നസംഖ്യകളോ 5 ഭിന്നസംഖ്യകളോ 6 ഭിന്നസംഖ്യകളോ തന്നാലോ, എത്ര നമ്പേഴ്സ് തന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്. LCM എടുക്കുക, LCM കൊണ്ട് എത്ര ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ടോ അത്രയും ഭിന്നസംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ ആ LCM ഡിനോമിനേറ്റർ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ചെയ്യണ്ടേ? 2/3 into 6, 3യും 6ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? എത്ര വരും? 2. ഇനി 5/6 into 6, 6ഉം പോയി, പിന്നെ 1. 1/2 into 6, 6ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 3 അല്ലെ? അപ്പൊ എത്ര വരും? 2 into 2 plus 5 into 1 plus 1 into 3 divided by 6 അല്ലെ? എത്ര വന്നു? 2 into 2 4 plus 5 into 1 5 plus 1 into 3 3 divided by 6. 5 plus 4 എത്രയാ? 9. 9 plus 3 12. അപ്പൊ 12 divided by 6 എന്ന് വന്നു. 12 divided by 6 2 അല്ലെ? 12 divided by 6 2. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാ നമുക്ക് ആൻസർ കിട്ടിയത്? 2/3 plus 5/6 plus 1/2. നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഡിനോമിനേറ്ററുകളുടെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചു. LCM എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. ഇനി ആ LCM കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ LCM ഡിനോമിനേറ്റർ ആക്കി കൊടുക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ ആ LCM. ഓക്കെ, എന്നിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ശേഷം ആൻസർ കിട്ടും. ഓക്കെ ആണോ? എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട്. അപ്പൊ അടുത്ത നോക്കിയേ, 7/5 plus 7/10 plus 2/15. എന്ത് ചെയ്യാ? ആദ്യം 5ന്റെയും 10ന്റെയും 15ന്റെയും LCM കണ്ടുപിടിക്കണം അല്ലെ? എളുപ്പമാണ്. 5 10 15 LCM കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ 3 നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്. ഏതാ? 5 അല്ലെ? അപ്പൊ 5 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 5 5 1 അല്ലെ? 5 into 2 ആണ് 10, അപ്പൊ 2. 5 into 3 ആണ് 15, അപ്പൊ 1 2 3 എന്ന് വന്നു. ഇനി ഇതിനെ കോമൺ ആയിട്ട് എന്തെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? LCM എന്ന് പറയുന്നത് എന്താണ്? 5 into 1 into 2 into 3 എത്ര വരും? 1 5 5 1 5 5 2 5 10 10 into 3 30 എന്ന് വരും. അപ്പൊ LCM എത്ര കിട്ടി? 30. ഇനി ആ LCM കൊണ്ട് ഈ 3 ഭിന്നസംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം എന്ത് ചെയ്യുക? ആ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ചെയ്താലോ? ഇങ്ങോട്ട് ചെയ്യാവേ. 7/5 into LCM എത്രയാ? 30 plus 7/10 into 30 plus 2/15 into 30. ഇത്രയും മതിയോ? ചിലർ ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തും. എനിക്കും പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഹോൾ ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 7/5 into 30. ക്യാൻസൽ ചെയ്തൂടെ? 5 30 എത്ര തവണ? 6 തവണ. ഇനി 30 10 എത്ര തവണ? 3 തവണ. 15 30 എത്ര തവണ? 2 തവണ.
ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 7 into 6 plus 7 into 3 plus 2 into 2 divided by 30 എന്ന് വന്നു അല്ലെ. ഈക്വൽ ടു 7 into 6 42 plus 7 into 3 21 plus 2 into 2 4 divided by 30 എന്ന് വരും. ഓക്കെ, എത്രയാ വരുന്നത്? ആൻസർ എത്രയാ വരിക? 42 plus 21 plus 4 4 plus 1 plus 2 എത്ര വരും? 7 വരും അല്ലെ. ഇനി 4 plus 2 6 67 divided by 30 എന്ന് വന്നു. എളുപ്പമല്ലേ? അപ്പോ 3 ഭിന്നസംഖ്യകളോ 4 ഭിന്നസംഖ്യകളോ 5 ഭിന്നസംഖ്യകളോ എത്ര ഭിന്നസംഖ്യകൾ വന്നാലും നമുക്ക് LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. അത് തിരിഞ്ഞു പോവരുത്. അംശം ഛേദം, ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ അറിയാലോ. ഇതിലും വളരെ എളുപ്പത്തിൽ LCM കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. LCM HCF എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേറൊരു പാർട്ടായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോർമൽ LCM മെത്തേഡ് വെച്ചിട്ടാണ് LCM കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ അറിയാം, എളുപ്പ വഴി അറിയാം എന്നുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ LCM കൊണ്ട് നമ്മൾ ഓരോ ഭിന്നസംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ആൻസർ കിട്ടും. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് പ്ലസിന് പകരം മൈനസ് വന്നാലും, ഇനി ഇവിടെ പ്ലസും ഇവിടെ മൈനസും വന്നാലും, എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചിലപ്പോൾ എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നല്ല പോലെ പഠിക്കുക. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. 8/12 മൈനസ് 3/4 മൈനസ് 1/6. എന്ത് ചെയ്യുക? സെയിം അഡീഷനിൽ നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറഞ്ഞാൽ ലസാഗു കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, 12 4 6 12 4 6 ഇതിന്റെ LCM കണ്ടുപിടിക്കണം. നോക്കിയേ, 2 കൊണ്ട് ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് 2 into 6 12 2 എത്ര വരും? 2 into 3 ആണ് 6. ഇനി നോക്കിയേ, വീണ്ടും ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ 2 കൊടുക്കുക. 2 into 3 ആണ് 6, 2 into 1 ആണ് 2, 3 അതുപോലെ എടുത്ത് എഴുതുക. ഇനി 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ 1 1 1 എന്ന് കിട്ടി. അപ്പൊ LCM അഥവാ ലസാഗു എത്ര കിട്ടി? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 into 2 into 3 1 ഞാൻ എഴുതുന്നില്ല, സെയിം അല്ലേ. 2 into 2 4 4 into 3 12. അപ്പൊ നമ്മുടെ LCM എത്രയാണെന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ LCM കൊണ്ട് ഈ ഭിന്നസംഖ്യകളെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു 8/12 into 12 തന്നെയല്ലേ 12 മൈനസ് എത്രയാണ്? 3/4 into 12 മൈനസ് മൂന്നാമത്തെ ഭിന്നസംഖ്യ ഏതാണ്? 1/6 1/6 into 12. എളുപ്പമല്ലേ? ഇനി നോക്കിയേ, 12 പോയി, ബാക്കി എന്തുണ്ട്? 1. 12ഉം 4ഉം എത്ര കിട്ടും? 3 കിട്ടും അല്ലെ. പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്യുക. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് വേണം നിങ്ങൾ പോവാൻ. അല്ലാതെ ഇവിടെ ചിലര് തുടക്കത്തിലൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, 3നെ 12 കൊണ്ട് ഗുണിക്കും, ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യരുത്. മാക്സിമം എത്രയൊക്കെ ക്യാൻസൽ ചെയ്ത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ആ രീതിയിൽ വേണം പോവാൻ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നോക്കിയേ, 12ഉം 6ഉം എത്ര വരും? 2 വരും അല്ലെ. അപ്പൊ എത്രയാണ്? ഹോൾ ഡിവൈഡഡ് ബൈ 12. ഇത് മറക്കല്ലേ, ചിലപ്പോ ഇവിടെ വെച്ച് എനിക്കും പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്. ഹോൾ ഡിവൈഡഡ് ബൈ 12 മറക്കാതിരിക്കുക. ഓക്കെ, ഇനി നോക്കി 8 into 1 എത്രയാ? 8 മൈനസ് 3 into 3 9 മൈനസ് 1 into 2 2 എന്ന് വരും അല്ലെ. ബൈ 12 ഈക്വൽ ടു 8 മൈനസ് 9 മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ബൈ
12 എന്ന് വന്നു. -1 -2 എന്താണ്? -3 അല്ലെ? അപ്പൊ -3 ഡിവൈഡഡ് ബൈ 12. 3യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ എത്ര വരും? 4 എന്ന് വരും അല്ലെ? അപ്പൊ -1/4. ക്ലിയർ ആണോ? എളുപ്പമാണ്. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും സെയിം മെത്തേഡ് തന്നെയാണ്. LCM മെത്തേഡ് വെച്ചിട്ട് LCM കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലോട്ട് കയറാൻ വേണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. എന്നിട്ട് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ആദ്യം എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. 9 3 3 അല്ലെ? 3 കൊണ്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? LCM എത്രയാണ്? ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 3 × 3 = 9 എന്ന് വരും. അപ്പൊ LCM 9 ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഓരോ ഭിന്നസംഖ്യകളെയും ഈ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ഹോൾ ഡിവൈഡഡ് ബൈ 9. ഇനി മാക്സിമം ക്യാൻസൽ ചെയ്യുക. 9 9 ക്യാൻസൽ ആയി, ബാക്കി 1. 9 3 3 9 3 3. ഇനി നോക്കിയേ, 8 × 1 8 minus 1 × 3 3 minus 2 × 3 6. ഹോൾ ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. ഈക്വൽ ടു 8 - 3 എത്ര വരും? 5. 5 - 6 -1. ഞാൻ എഴുതാം. 5 - 6 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു -1/9 എന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പോ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതെല്ലാം 3 ഭിന്നസംഖ്യകളുടെയാണ്. നിങ്ങൾ തന്നെ എഴുതി ഇഷ്ടമുള്ളത് എഴുതാമല്ലോ. 5, 6, 7 ഒക്കെ ഉള്ളത് തന്നെ ചെയ്തു നോക്കുക. അപ്പൊ ക്ലിയർ ആണോ? ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. LCM കണ്ടുപിടിക്കുക, ഡിനോമിനേറ്ററുകളുടെ LCM കണ്ടുപിടിക്കുക. അതുകൊണ്ട് മുകളിലും താഴെയും, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1/4 + 1/3 - 1/6. ഇവിടെ എന്താ പ്രത്യേകത? നമ്മൾ നേരത്തെ ചെയ്തതില് 3 സ്ഥലത്തും അഡീഷൻ അല്ലെ 3 സ്ഥലത്തും സബ്ട്രാക്ഷൻ. ഇവിടെ 1 അഡീഷനും 1 സബ്ട്രാക്ഷനും ആണ് അല്ലെ? പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം 4ന്റെയും 3യുടെയും 6ന്റെയും കൂടെ LCM കണ്ടുപിടിക്കുക. എത്ര വരും? തന്നെ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, എത്രയാണ്? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6, 6 × 2 12. അപ്പൊ LCM 12 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഓരോ ഭിന്നസംഖ്യകളെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/4 × 12 പ്ലസ് 1/3 × 12. ഇനിയുള്ളത് എന്താണ്? മൈനസ് 1/6 × 12. ഓക്കെ, ഡിവൈഡഡ് ബൈ 12. എത്ര വരും? 4 12. 12ൽ 4 എത്ര തവണ അടങ്ങും? 3 തവണ അല്ലെ? അങ്ങനെ ഓരോന്നും ക്യാൻസൽ ചെയ്യുക. ഇവിടെ എന്ത് വരും? 4 വരും അല്ലെ? ഇവിടെ എന്ത് വരും? 2 വരും. അപ്പൊ എത്രയാ? 1 × 3 3 പ്ലസ് 1 × 4 4 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 3 + 4 7 മൈനസ് 2 ഡിവൈഡഡ് ബൈ 12 എത്ര വന്നു? 5/12 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ആൻസർ, 5/12. ക്ലിയർ ആണോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുവരെ മിക്സഡ് ഫ്രാക്ഷൻ ഒന്നും ചെയ്തു നോക്കിയില്ല അല്ലെ? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോ എങ്ങനെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരിക്കും? ഒന്നുമില്ല, ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ വന്നില്ലേ? പിന്നെ ഇതുപോലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെയാണ്? നമ്മൾ പഠിച്ചതല്ലേ? ഒന്ന് റീകളക്ട് ചെയ്തേ. 5 and 1/2. ഇതിനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നേ? 5 × 2
പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 അല്ലെ. 5 into 2 10. 10 plus 1 11. അപ്പോ 11 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. അടുത്തത് പറഞ്ഞേ 3 into 3 9 plus 2 എത്ര വരും? 11 ഡിവൈഡഡ് ബൈ 3 മൈനസ് ഈ പ്ലസും മൈനസും തിരിഞ്ഞു പോരുത്, നല്ലപോലെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. 2 and 1 by 6 എത്ര വരും? 2 into 6 12 plus 1 13 divided by 6. ഇനി നോക്കിയേ, ഇത് പഴയ അതേ ഫോമിൽ കിട്ടിയില്ലേ? നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്ന അതേ രീതിയിൽ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക, അത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 2ന്റെയും 3യുടെയും 6ന്റെ LCM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. LCM of 2, 3, 6 6 ആണ് അല്ലെ. അപ്പൊ 11 by 2 into 6 plus 11 by 3 into 6 minus 13 by 6 into 6. എന്ത് ചെയ്യുക? ഹോൾ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 6ഉം 2ഉം കൂടെ 3 വരും, 6ഉം 3ഉം കൂടെ 2 വരും, 6ഉം 6ഉം 1 വരും അല്ലെ. അപ്പൊ 11 into 3 33 plus 11 into 2 22 minus 13 into 1 13 whole divided by 6 equal to 33 plus 22 എത്ര വരും? 55. 55 minus 13 whole divided by 6 equal to 55 ന്ന് 13 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 42 divided by 6 എന്ന് വരും അല്ലെ. 42 by 6 7. വെരി ഗുഡ്. 42 by 6 7 എന്ന് കിട്ടി. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക, ശേഷം പഴയ അതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. അത് സബ്ട്രാക്ഷൻ വന്നാലും അഡീഷൻ വന്നാലും എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലംസ് മനസ്സിലായോ? ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 എണ്ണം. ഈ ടൈപ്പ് എല്ലാം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചെയ്തു. ഇതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിൽ പോലും അതും ചെറുതല്ല. 1 മാർക്കെങ്കിൽ 1 മാർക്ക്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നല്ല പോലെ പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഭിന്നസംഖ്യകൾ എന്താണ്, എത്ര തരത്തിലുണ്ട്, പിന്നെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലെ. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും. അത് 3 ഭിന്നസംഖ്യകൾ വരുമ്പോഴുള്ളത് പഠിച്ചു. അഡീഷനും സബ്ട്രാക്ഷനും കൂടി ഒരുമിച്ച് വരുമ്പോഴുള്ളത് പഠിച്ചു. മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത് പഠിച്ചു. പിന്നെ കൺവേർഷൻ പഠിച്ചായിരുന്നു അല്ലെ. എന്താണ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഭിന്നസംഖ്യകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് മാത്രം നമ്മുടെ ക്ലാസ് കണ്ടുപോവുക, വെറുതെ സമയം കളയണ്ട. അല്ല, ഭിന്നസംഖ്യകളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്നാൽ മാത്രമേ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രധാനമായിട്ടും PSC SSC പോലെയുള്ള എക്സാമുകൾക്ക്, പ്രധാനമായിട്ടും PSC എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനും മനസ്സിലാക്കി ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. താങ്ക് യു.